മലയോര മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. റാന്നിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. തൂമ്പാക്കുളത്ത് ഉരുൾപൊട്ടിയതായുള്ള സംശയമുണ്ട്. തണ്ണിത്തോട് തേക്കുംതോട് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. തണ്ണിത്തോട് ഭാഗത്തും നദിയിൽ ജലനിരപ്പ് ഉയർന്നു. പമ്പയിലും കക്കട്ടാറിലും ജലനിരപ്പ് ഉയർന്നു. രാത്രി സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് റാന്നി നഗരത്തിലുൾപ്പെടെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്, വെള്ളപ്പൊക്കം രൂപപ്പെട്ടത്. അതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വടശ്ശേരിക്കരയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചത് അതിതീവ്ര മഴയായിരുന്നു. 361 മില്ലിമീറ്റർ മഴയാണ് വടശ്ശേരിക്കരയിൽ മാത്രം ലഭിച്ചത്. അതിനോടൊപ്പം തന്നെ കോന്നിയിലെ 2 മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലിന് സമാനമായിട്ട് മണ്ണിടിച്ചിലുണ്ടായി. അതും കൂടെ ആയപ്പോഴാണ് ഈ പമ്പയാറ്റിലും അതുപോലെ തന്നെ കക്കട്ടയാറിലും മണ്ണ് ഇറങ്ങുകയും അതിനെ തുടർന്ന് വെള്ളപ്പൊക്കം രൂപപ്പെടുകയും ചെയ്തത്. ആ വെള്ളമാണ് ഈ റാന്നി നഗരത്തിലുൾപ്പെടെ വലിയ തോതിൽ ഇരച്ച് കയറിയത്. റാന്നിയിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റാന്നി വലിയ പാലത്തിന് സമീപമാണ്. ഈ റാന്നി വലിയ പാലത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ഗതാഗതം ഇല്ല. അവിടെ വെച്ച് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ കടത്തിവിടുന്നില്ല. ഇതിന് അപ്പുറം നമുക്ക് ഈ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇത്രയും ദൂരത്തോളം ഏകദേശം മുഴുവനായും വെള്ളം കയറി കിടക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. തുണിക്കട ഇപ്പോൾ ഓണം വരുക, എല്ലാ സാധനവും എല്ലാം സ്റ്റോക്ക് ഒരു 10-75 ലക്ഷം രൂപയുടെ തുണിക്കടയിലുണ്ട്. വീട് എല്ലാം നശിച്ചിരിക്കുക. ഞങ്ങൾക്ക് കടയിൽ ഒന്നും ഒരു സാധനം പോലും മാറ്റാനുണ്ട്. 2018 മാറ്റാൻ അതിനെക്കാട്ടി കഷ്ടമായിരുന്നു ഇത്. ഒരു സാധനം പോലും മാറ്റാനൊത്തില്ല. പല മേഖലകളിലും ഒട്ടനവധി വീടുകളുണ്ടായിരുന്നു. ഈ വീടുകളിലൊക്കെ തന്നെ ഒന്നാമത്തെ ഒരു നില വരെ വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ആളുകളെ കരക്കെത്തിക്കുന്ന ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഫോറസ്റ്റിൽ നിന്നും അടവി കുട്ടവഞ്ചി സർവീസിലുണ്ടായിരുന്ന 3 കുട്ടവഞ്ചികൾ ഇവിടേക്ക് എത്തിച്ചു. പെട്ടെന്നായിരുന്നു, ഞങ്ങൾ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പത്തിന് റോഡ് ഫുള്ള് കവേർഡായി. 2018 ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും കയറുമെന്ന് വിചാരിച്ചില്ല. അതാണ് ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റാഞ്ഞത്. ഈ വെള്ളം ഇവിടുന്ന് ഇറങ്ങിയാൽ തന്നെ ആറന്മുള പ്രദേശത്തേക്കാണ് അടുത്തത് പോവുക. ആറന്മുള പ്രദേശം അതുപോലെ തന്നെ ചെങ്ങന്നൂർ, പാണ്ടനാട്, തിരുവല്ല പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തും. ആ ഒഴുകിയെത്തുന്ന സമയത്ത് മഴ ശാശ്വതമായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആളപായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ പല ഭാഗങ്ങളിലും വീടുകൾ ഒറ്റപ്പെട്ടു. വീടുകളിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് ഇത്തരത്തിൽ വഞ്ചികളിലുമൊക്കെയാണ് റെസ്ക്യൂ ചെയ്ത് ഇവിടേക്ക് എത്തിച്ചത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ കോന്നി പ്രദേശത്ത് 2 ഉരുൾപൊട്ടലുണ്ടായി. അതിൽ ഒരു ഭാഗത്ത് മണിയാർ ഡാമിൻ്റെ ഭാഗത്ത് 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നു, ഒരു വീട് ഭാഗികമായിട്ട് തകരുകയും ചെയ്തു. അവിടെയും ആളപായം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ഇവിടേക്ക് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.